എല്ലാ പ്രിയ വിദ്യാർത്ഥിനികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. +1 സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് എക്സാം റിസൾട്ട് വിദ്യാർത്ഥികൾക്ക് ഈ ആഴ്ച പ്രതീക്ഷിക്കാം. ഇപ്പോൾ നമ്മൾ ഈ വാർത്ത വിദ്യാർത്ഥികളിലേക്ക് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ HSS റിപ്പോർട്ടറിൽ വന്ന വാർത്തയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാമെന്നും നമുക്ക് നോക്കാം. വിശദമായ വാർത്തയിലേക്ക് പോകാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥിനിയുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് തന്നെ വളരെ വളരെ പ്രാധാന്യമറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. +1 സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് എക്സാം റിസൾട്ട് 2025 റിസൾട്ട് ഈ ആഴ്ച പ്രസിദ്ധീകരിക്കാനുള്ള ഏറ്റവും കൂടുതൽ സാധ്യതയെന്ന് HSS റിപ്പോർട്ടർ. ഇപ്പോൾ നിങ്ങൾ HSS റിപ്പോർട്ടറിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് hssreporter.com എന്ന് ഗൂഗിളിലോ ക്രോമിലോ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ HSS റിപ്പോർട്ടറിൻ്റെ ഒഫീഷ്യൽ പേജിലേക്ക് പോകും. HSS റിപ്പോർട്ടർ എന്ന് പറയുന്നത് ഹയർ സെക്കൻഡറി അധ്യാപക വിഭാഗത്തിൻ്റെ വെബ്സൈറ്റാണ്. എല്ലാ വർഷവും തന്നെ HSS റിപ്പോർട്ടർ പ്രെഡിക്റ്റ് ചെയ്യുന്ന ഡേറ്റിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, റിസൾട്ട് വന്നിട്ടുണ്ട്. അതുതന്നെയാണ് ഏറ്റവും കൂടുതൽ എന്നെ ഈ വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ചൊരു കാര്യം തന്നെ. ഈ ആഴ്ച എനിക്കറിയാം കൂടണം ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ തെറി പറയുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നാണമില്ലയുടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം HSS റിപ്പോർട്ടറിൽ ഇന്നലെ ഞാനൊരു വാർത്ത കണ്ടു. എന്താണ്, +1 സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് എക്സാമിൻ്റെ വാലുവേഷൻ ടാബുലേഷൻ എല്ലാം പൂർത്തിയായി. റിസൾട്ട് ഈ ആഴ്ച പ്രസിദ്ധീകരിക്കാൻ സാധ്യതയെന്ന്. സാധാരണ എല്ലാ വർഷങ്ങളിലും ഇപ്പം ഞാൻ പഠിക്കുമ്പോൾ ഉൾപ്പെടെ HSS റിപ്പോർട്ടർ ഒരു ഡേറ്റ് പ്രെഡിക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡേറ്റിൽ തന്നെ റിസൾട്ട് വരാറുണ്ട്. അതുതന്നെയാണ് ഏറ്റവും കൂടുതൽ എന്നെ ഈ വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ച കാര്യം. എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത്, നിങ്ങളെന്ത് ചെയ്യുക, ഈ കമൻറ്റ് ബോക്സിനടിയിൽ തെറി വിളിക്കുന്നതിന് മുമ്പ് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഗൂഗിളിലോ ക്രോമിലോ പോയിട്ട് HSS റിപ്പോർട്ടർ എന്ന് സെർച്ച് ചെയ്യുക. നിങ്ങൾക്ക് തുറന്നു വരുന്ന പേജിൽ നിങ്ങൾ ഹയർ സെക്കൻഡറി അധ്യാപകരുടെ വെബ്സൈറ്റാണ്, നിങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകർ ഉൾപ്പെടെ അതിനകത്ത് അവരുടെ ആ അധ്യാപക സംഘടനയുടെ വെബ്സൈറ്റാണ്. അതുകൊണ്ട് തന്നെ അതിനകത്ത് ഈ വാർത്ത കാണുന്നുണ്ട് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. എന്നിട്ട് മാത്രം എന്ത് ചെയ്യുക, പ്രിയ വിദ്യാർത്ഥികൾ, തെറിവിളി കമൻറ്റ് ബോക്സിൽ നടത്തിയാൽ മതി. ദൈവത്തെ ഓർത്ത് പ്ലീസ് ഒരു അപേക്ഷയാണ്. ആദ്യം ഞാൻ ഈ പറയുന്ന കാര്യം സത്യമാണോ എന്ന് HSS റിപ്പോർട്ടറിൽ പോയി പരിശോധിക്കുക. ശേഷം സത്യമല്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ തെറിവിളിച്ചു. ഇന്നലെ ഞാൻ HSS റിപ്പോർട്ടറിൽ കണ്ട വാർത്ത ഇങ്ങനെയാണ്: +1 സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ്റെ വാലുവേഷൻ ടാബുലേഷൻ ഉൾപ്പെടെയുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചു. റിസൾട്ട് ഈ ആഴ്ച പ്രസിദ്ധീകരിക്കാൻ സാധ്യത. HSS റിപ്പോർട്ടർ സാധാരണഗതിയിൽ ഒരു ഡേറ്റ് പ്രെഡിക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡേറ്റിൽ തന്നെ റിസൾട്ട് വരാറുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ വാസ്തവം. HSS റിപ്പോർട്ടർ ഹയർ സെക്കൻഡറി അധ്യാപക വിഭാഗ സംഘടനയുടെ വെബ്സൈറ്റ് ആണെന്ന് കൂടി ഓർത്തിരിക്കുക. റിസൾട്ട് ചെക്ക് ചെയ്യാൻ വിദ്യാർത്ഥികൾക്ക് kerala-results.nic.in എന്ന വെബ്സൈറ്റിൽ വിദ്യാർത്ഥികൾക്ക് കയറി കഴിഞ്ഞാൽ DHSE ഫസ്റ്റ് ഇയർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് എക്സാം റിസൾട്ട് 2025 എന്ന ലിങ്ക് കാണാൻ സാധിക്കും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും നൽകി സബ്മിറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ റിസൾട്ട് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മൈ നെയിം ഇസ് ക്രിത, ഫൗണ്ടർ ഓഫ് സ്ക്രേ ഫോർ ദ കരിയർ ഗൈഡ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.